Hello, myself Fahim. I am a first year medical student at Calicut Medical College. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള മാത്സ് ഇൻ നീറ്റ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ ഒരു വർത്തമാനമുണ്ട്, ഇങ്ങനെ മാത്സ് ഒന്നും ആവശ്യമില്ല, നീറ്റിനാണെങ്കിൽ മാത്സിന് തീരെ ആവശ്യമില്ല. ഏറെക്കുറെ സത്യമാണെങ്കിലും ഇപ്പോൾ +2 മാത്സ് ഒന്നും ആവശ്യമില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 10ന്റെ മാത്സ് ഒക്കെ ആണെങ്കിൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ കാൽക്കുലേഷനൊക്കെ അത്യാവശ്യം നല്ല രൂപത്തിൽ മാത്സ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര സ്പീഡപ്പ് ചെയ്യുക എന്നുള്ളൊക്കെ രൂപത്തിൽ തന്നെ നിൽക്കണം. അപ്പൊ നമ്മളെ കൂടെയുള്ള പല ആൾക്കാർക്കും ഭയങ്കര കാൽക്കുലേഷനിൽ ഭയങ്കര സ്പീഡാണ്. അപ്പോൾ നമ്മളും അവരായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ലെവലിലേക്ക് ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. അപ്പൊ നമ്മൾ അതിനെക്കാട്ടും ലെവലിലേക്ക് എത്തണമെങ്കിൽ അപ്പോൾ നമുക്കും കാൽക്കുലേഷൻ നല്ല സ്പീഡ് വേണം. അപ്പൊ അങ്ങനത്തെ രൂപത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു മാത്സ് തന്നെ നീറ്റിന് വരുന്നുണ്ട്. അപ്പോ അതൊക്കെ എങ്ങനെയാണ് ഞാൻ എങ്ങനെയായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്, എങ്ങനെയായിരുന്നു അതൊക്കെ സോൾവ് ചെയ്തിരുന്നത് എന്നുള്ളതൊക്കെ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാൽക്കുലേഷന്റെ സ്പീഡ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എക്സാമിന് മാത്രമല്ല, നീറ്റിന്റെ എക്സാമിനാണെങ്കിൽ മോഡൽ എക്സാമിനാണ്, അതിന് മാത്രമല്ല ഇപ്പം ക്ലാസ്സിലാണെങ്കിൽ പോലും ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സംഭവമാണ്. ഇപ്പം ക്ലാസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യിപ്പിക്കുമ്പോൾ സാർമാരൊക്കെ വിചാരിക്കും നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡ് വിചാരിച്ച് സാർമാരെ മാക്സിമം സ്പീഡിലായിരിക്കും സാർമാരും മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമ്മളും ആ ലെവലിലേക്ക് എത്തണം, എന്നാലേ നമുക്കും ആ ഒരു ക്ലാസ്സിനെ അങ്ങനെ ഫോളോ ചെയ്ത് പോകാൻ കഴിയുള്ളൂ. ഫിസിക്സിലൊക്കെ ആണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും ചില ചാപ്റ്റേഴ്സിൽ, ബയോളജിയിലാണെങ്കിൽ പോലും ജെനറ്റിക്സ് അങ്ങനത്തെ ചില ചാപ്റ്റേഴ്സിലൊക്കെ വരാറുണ്ട് മാത്സിന്റെ ഒരു ചെറിയ ഇതൊക്കെ. അപ്പൊ നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡ് ആവണേൽ ക്ലാസ്സിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്നാലേ നമുക്ക് അതിന്റെ കൂടെ ഓടാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ ഫോളോ ചെയ്യാമെങ്കിലും പക്ഷെ എന്നാലും ചിലപ്പോൾ നമുക്കുണ്ട് ചില സംഭവങ്ങൾ മിസ്സായി പോകും. ഇപ്പം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര മിസ്സായി പോകാനുള്ള കുറെ ടോപ്പിക്കുകളൊക്കെ മിസ്സായി പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട് കാൽക്കുലേഷൻ സ്പീഡ് അല്ലെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ എക്സാമിനാണെങ്കിലും അപ്പോൾ നല്ല ഫിസിക്സിലൊക്കെ കുറെ കാൽക്കുലേഷൻ വരുന്നതാണ്. ഇപ്പോൾ 99% കാൽക്കുലേഷൻ ഉള്ളതാണ് ഫിസിക്സിൽ. അപ്പൊ നമ്മൾ ഭയങ്കര സ്പീഡപ്പ് ചെയ്താൽ അതിന് മാത്രം ടൈം നമുക്ക് ലാഭിക്കാം. പിന്നെ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രിക്കും ബയോളജിക്കൊക്കെ നമുക്ക് ഇടാം. അപ്പൊ നമുക്ക് ഭയങ്കര ഇതുണ്ടാവും, അത്യാവശ്യം നല്ല ടൈം നമുക്ക് ബാക്കി കിട്ടും. പിന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസും ഉണ്ടാവും. അപ്പം ബാക്കിയുള്ള ഇതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുറെ ടൈം ഇതിലുണ്ട് എന്നുള്ള കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഉണ്ടാവും. അപ്പോൾ മാത്സ് അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല കോൺഫിഡൻസ് കമ്മിയായിരിക്കും. ഇപ്പോൾ എക്സാമിന്റെ ഇടയ്ക്കൊക്കെ ഫിസിക്സിലൊക്കെ അത്യാവശ്യം നല്ല കാൽക്കുലേഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ ഭയങ്കര പാട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ബേസിക് മാത്സ് അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് മാത്സിന്റെ സംഭവങ്ങൾ വരാറുണ്ട്. ലോഗിന്റെ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാനും റിപ്പീറ്റിന് കയറിയതിന് ശേഷമാണ് ലോഗിന്റെ വാല്യൂസ് ഒക്കെ ഞാൻ പഠിച്ചത്. അത് ഒരുവിധം ലോഗിന്റെ വാല്യൂസ് ഒക്കെ നമുക്ക് പഠിച്ചിരിക്കണം. ഇപ്പോൾ 9 വരെയുള്ള ലോഗിന്റെ വാല്യൂസ്, പിന്നെ അതിനങ്ങോട്ടുള്ള ട്രിക്കുകളുണ്ട്. അപ്പോൾ ആ ഒരു വാല്യൂസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. ഇപ്പം 0.3, 0.4, 0.6, 0.7 അങ്ങനെയുള്ള ഓരോ നമ്മളിങ്ങനെ അടുത്തുള്ള വാല്യൂ ഏകദേശം വെച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാ ഒരുവിധം കുറെ ക്വസ്റ്റ്യനിലൊക്കെ വരാറുണ്ട് ആ ലോഗിന്റെ വാല്യൂസ് ഒക്കെ. പിന്നെ അതിനുള്ള 10ന് ശേഷമുള്ള ട്രിക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് സാർമാരനെ പഠിപ്പിച്ചു തരും, അല്ലെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനത്തെ വാല്യൂസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ അതിന്റെ ഒക്കെ ഓരോ ഇത് റിലേഷൻസ്, ലോഗും നാച്ചുറൽ ലോഗും തമ്മിലുള്ള റിലേഷൻ, അങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ പറയുന്നതാണെങ്കിൽ ഈ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ അതൊക്കെ എനിക്കും ആ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ റിപ്പീറ്റിന് കയറിയതിന്റെ ശേഷമാണ് ഞാൻ അതിന്റെ ജസ്റ്റ് ആ ഫസ്റ്റത്തെ 2-3 സംഭവങ്ങൾ മാത്രം ജസ്റ്റ് നോക്കി വെച്ച് ഇപ്പൊ സൈൻ്റെ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ അങ്ങനത്തെ ഓരോ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം, പിന്നെ എക്സിന്റെ അങ്ങനത്തെ ജസ്റ്റ് 2-3 സംഭവങ്ങൾ മാത്രം ഞാൻ പഠിച്ചു. അതൊക്കെ ജസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന സംഭവങ്ങൾ മാത്രം ക്വസ്റ്റ്യനിൽ വരുന്നത് മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് തന്നെ ക്വസ്റ്റ്യനിൽ വരാറുള്ളൂ പൊതുവെ. അപ്പോ ബാക്കിയുള്ളതൊക്കെ ഇടയ്ക്കെപ്പോഴെങ്കിലും വലിയ വലിയ സംഭവങ്ങൾ വന്നു എന്ന് മാത്രം. അപ്പോൾ അത് അപ്പം ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ അപ്പം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ള രൂപത്തിൽ പോവാം. പിന്നെ പറയാനുള്ളത് എപ്പോഴും നമുക്ക് എഴുതി കൂട്ടി ഇങ്ങനെ നോക്കാനുള്ള ടൈം ഉണ്ടായിക്കണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ മാതിരിയാണ്. ഇപ്പോൾ ചിലർക്ക് എഴുതി കൂട്ടാനായിരിക്കും താല്പര്യം, ചിലർക്ക് മൈൻഡിൽ കൂട്ടാനായിരിക്കും താല്പര്യം. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ മൈൻഡിൽ കൂട്ടാനായിരുന്നു താല്പര്യം. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ആണെങ്കിൽ ഞാനൊക്കെ എൻ്റെ ഇങ്ങനെ എഴുതി കൂട്ടാനായി കുറെ ടൈം എൻ്റെ എടുക്കും. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കൺഫ്യൂഷനൊക്കെ വരും. ഇപ്പോൾ ഒരു 3 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്നാമത്തെ ലൈനിൽ
രണ്ട് പൂജ്യം വേണോ ഒരു പൂജ്യം മാത്രം ഇവിടെ ഇടണോ എന്നുള്ളൊക്കെ കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും മൈൻഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ 114 വരികയാണെങ്കിൽ ഞാൻ ജസ്റ്റ് 114 ചെയ്യും, പിന്നെ 114 ചെയ്യും, പിന്നെ 114 ആഡ് ചെയ്യും. അത് മൂന്നും പാടിയും ആഡ് ചെയ്താലും ആ ഒരു സംഭവം തന്നെ കിട്ടുക. എനിക്ക് കുറച്ചും പാടി കംഫർട്ടബിൾ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ അങ്ങനത്തെ ഓരോരോ മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യല്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പം ചില ആൾക്കാർ വേറെ മെത്തേഡൊക്കെ ഫോളോ ചെയ്യാറുണ്ട് മൈൻഡ് കാൽക്കുലേഷൻ ആയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാം. നമ്മൾ എന്തായാലും കാൽക്കുലേഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ സ്പീഡ് അതിനാണ് കിട്ടുന്നത്. ആ രൂപത്തിൽ തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ള രൂപത്തിൽ. ചിലവര് എഴുതി കൂട്ടുമ്പോൾ തന്നെ ഞാൻ കൂട്ടുന്നതിനെക്കാട്ടിലും ഭയങ്കര സ്പീഡിൽ എഴുതിയിട്ട് ചെയ്യാറുണ്ട്. അപ്പോ അത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടൈം അതിൽ കൺസ്യൂം ചെയ്യാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള രൂപം നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളത്, ഇപ്പോ നമ്മൾ ഇങ്ങനെ കുറെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ പല മെത്തേഡ്സും ഉണ്ടാകും. അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെത്തേഡ് തന്നെ ചെയ്യുക. പക്ഷെ നമ്മൾ ടൈമും പാടിയും നമ്മളിങ്ങനെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട മെത്തേഡ് ചിലപ്പോൾ കുറേ സ്റ്റെപ്പും ഒക്കെ ഉണ്ടാവും. അപ്പൊ ചില ആൾക്കാരെ ഇപ്പൊ നമ്മളെ റൂംമേറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 സ്റ്റെപ്പ് കൊണ്ട് തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് രണ്ടും പാടി കമ്പയർ ചെയ്തിട്ട് നമുക്ക് അതാണ് കുറച്ചും പാടി സുഖം, അതിൽ കുറച്ചും പാടി കുറെ ടൈം നമുക്ക് ലാഭിക്കാം എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ആ മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ അടുത്ത എക്സാം ഒക്കെ വരുമ്പോൾ ഇപ്പൊ നമ്മൾക്കൊക്കെ പൊതുവെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഞാനൊക്കെ ചിലപ്പോൾ കുറേ സ്റ്റെപ്പ് വെച്ചിട്ട് ചെയ്ത് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വേറുള്ളവരോട് നോക്കുമ്പോൾ ഒരു 2 സ്റ്റെപ്പ് കൊണ്ടൊക്കെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ചെയ്ത കാര്യം ഒരു 30 സെക്കൻഡിനോട് ചെയ്യാണ്. അപ്പൊ നമുക്ക് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രങ്ങാനും ടൈം നമുക്ക് ലാഭിക്കാം. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മൾ എപ്പോഴും പ്രിഫറൻസിൽ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങനെ കുറെ കേസസ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര കുറെ ടൈം നമുക്ക് എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് അതിനെക്കാളും ഷോർട്ട് കട്ടായിട്ട് ചെറിയ മെത്തേഡ് ഉണ്ടാവും, അതേ ഉത്തരം തന്നെ കിട്ടുന്ന സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു മെത്തേഡിൽ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ടൈം എത്രങ്ങാനും ലാഭിക്കുക അത്രങ്ങാനും നല്ലതാണ്. പിന്നെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കറക്റ്റ് വാല്യൂ ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോ നമുക്ക് ചിലപ്പം 10,020 റൂട്ടൊക്കെ കാണാൻ പറയും. അപ്പൊ നമുക്കറിയാം 100-ന്റെയും 101-ന്റെയും ഇടയിലാണ്. പക്ഷെ നമുക്ക് കറക്റ്റ് വാല്യൂ അറിയാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പം പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പ്രൊസീഡ് ചെയ്യില്ല. അപ്പൊ നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ടിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പ്രൊസീഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കല്. ഇപ്പോൾ 100.5 അങ്ങനെയുള്ള വാല്യൂ എടുത്തിട്ട് പിന്നെ ഞാൻ ചിലപ്പം ക്വസ്റ്റ്യൻ പ്രൊസീഡ് ചെയ്യാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ലാസ്റ്റ് ഒക്കെ എത്തുമ്പോൾ നമ്മൾ ചിലപ്പം കറക്റ്റ് കുത്താൻ വലിയ പണിയൊന്നും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ നിൽക്കാറുണ്ട്. പക്ഷേ അതുപോലെ നമ്മൾ ഇടക്ക് വെച്ചിട്ട് ക്വസ്റ്റ്യന്റെ ഇടക്ക് വെച്ചിട്ട് നമുക്കൊരു കറക്റ്റ് വാല്യൂ കിട്ടാത്തപ്പോൾ നമ്മൾ ചെയ്യുക. നമുക്ക് ചിലപ്പോൾ 2 വാല്യൂലൊക്കെ കാരണം ഡൗട്ട് ഉണ്ടാവുക. പക്ഷെ എന്നാലും നമ്മൾ അവിടെ ഒരു കറക്റ്റ് കുത്താൻ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഉത്തരം വെച്ചിട്ട് അവിടെ കറക്റ്റ് കുത്തിയിട്ട് നമ്മൾ ലാസ്റ്റ് വരെ പ്രൊസീഡ് ചെയ്യാൻ അങ്ങോട്ട് ഉത്തരം ഉണ്ടോ നോക്കുക എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അതൊക്കെ നിങ്ങൾ എന്തായാലും ഈ ഒരു മോഡൽ എക്സാം ഒക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ ട്രൈ ചെയ്യണം. എന്നിട്ട് സക്സസ് ആവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ള രൂപത്തിൽ നിൽക്കുക. കാൽക്കുലേഷൻ സ്പീഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ കാണാറുണ്ട്. അപ്പോ കാൽക്കുലേഷൻ സ്പീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മളിങ്ങനെ ഓരോ ട്രിക്കുകൾ കിട്ടും. അങ്ങനെയൊക്കെ തന്നെയാണ് കാൽക്കുലേഷൻ സ്പീഡപ്പ് ചെയ്യല്. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പം ഫിസിക്സിലൊക്കെ തന്നെ മാക്സിമം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ട്രിക്കുകൾ മനസ്സിലാവും. അപ്പൊ അങ്ങനെ പിറ്റത്തെ പ്രാവശ്യം ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആ ട്രിക്കുകൾ യൂസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ള രൂപത്തിൽ തന്നെ നിൽക്കുക. ചിലപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ അപ്പം ഇങ്ങനെ നമുക്ക് ആ ട്രിക്കുകളൊന്നും ചിലപ്പം വന്നോളന്നില്ല. പക്ഷെ പിന്നെയും നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ സെയിം പോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നെയും കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ സ്പീഡപ്പ് ചെയ്ത് ഇങ്ങനെ വരുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ അങ്ങനൊക്കെ തന്നെയാണ് സ്പീഡപ്പ് ചെയ്യല്. അല്ലെങ്കിൽ പിന്നെ തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ബേസിക് മാത്സിന്റെ ഓരോ ക്ലാസ് ഉണ്ടാവും. ആപ്പിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കുറെ ക്ലാസ്സസ് ഉണ്ടാവും ബേസിക് മാത്സിന്റെ. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അതൊക്കെ തന്നെ ആവശ്യമുള്ളൂ, പ്ലസ് മൈനസ് അതൊക്കെ തന്നെ ആവശ്യമുള്ളൂ. നമുക്ക് ചിലപ്പോൾ എന്തായാലും തെറ്റും. നമുക്ക് നല്ല അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ തന്നെ ചിലപ്പോൾ തെറ്റാറുണ്ട്. അപ്പൊ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ബേസിക് മാത്സ് കുറച്ചും കൂടി നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. അപ്പൊ എന്നാൽ പോലും എനിക്ക് ചില സമയത്ത് അത് തെറ്റിപ്പോവും. അങ്ങനെയാണ് അതിന്റെ ഒരു സംഭവം. നമ്മളിങ്ങനെ ആ ഒരു ടെൻഷനിലും പ്രഷറിലൊക്കെ നിൽക്കുന്ന സമയമായിരിക്കും എക്സാമിലൊക്കെ. എന്നാലും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ നമുക്ക് വരും. പക്ഷെ അതിലൊന്നും കൺസേൺ ആവണം. നമ്മൾ പിന്നെ തെറ്റിക്കരുത് എന്നുള്ള രൂപത്തിൽ നിൽക്കുക, അല്ലാതെ ടെൻഷനായിട്ട് കൊളാക്കരുത് എന്നുള്ളതാണ് അതിന് തന്നെ പറയാനുള്ളത്. പിന്നെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.